പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഒരു തിങ്കളാഴ്ച കൂടെ ദൈവസ്ഥലിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് നിന്ന് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ ആമേൻ സ്തോത്രം ആമേൻ 3-ാമത്തെ വാക്യം നമുക്ക് ഇന്ന് പകൽക്കാലം അല്പസമയം ചിന്തയ്ക്കായി എടുക്കാം. ആമേൻ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. കർത്താവെ, ഈ തിങ്കളാഴ്ച ആമേൻ ഒരു പകലൂടെ ദൈവം തന്ന കൃപകൾക്കായി നന്ദി. കർത്താവെ, ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതിന്റെ ആമേൻ കർത്താവെ പ്രൈസ് ദി ലോർഡ് ആവേ പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണം. കർത്താവ് നടുവിൽ ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. എല്ലാ പോരുകളും പ്രതികൂലങ്ങളും കർത്താവ് മാറ്റുമാറാകണം. ജനത്തിന് നടുവിൽ ദൈവത്തിന്റെ ആത്മാവിന് ശക്തി ഇറങ്ങുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. വചനത്തിന്റെ വാതിൽ തുറന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതിനകത്ത് ഇവിടെ പറയുന്നത് ആമേൻ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. ആമേൻ. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വ്യക്തമായി പറയുന്ന ഒരു ദൂത്, നമുക്ക് ദൈവം ഒരു ദർശനം തന്നിട്ടുണ്ട്. ആ ദർശനത്തിന് നടുവിൽ വളരെ ഭക്തിയോടെ നമ്മളായിരിക്കണം. സ്തോത്രം. ആമേൻ. നമുക്കറിയാം, വേദപുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ ഭക്തന്മാരും ദർശനം കണ്ടു. സ്തോത്രം. ആമേൻ സ്തോത്രം. അബ്രഹാം മുതൽ, അല്ലെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ്, അബ്രഹാം മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ സ്തോത്രം, അബ്രഹാമിന്റെ ദർശനം നമുക്കറിയാം. ആമേൻ യെശയ്യാവിന്റെ ദർശനം നമുക്കറിയാം. ആമേൻ സ്തോത്രം. ആമേൻ ഹാനോക്ക് ദർശനം കണ്ടു, അല്ലെങ്കിൽ ആമേൻ പിതാക്കന്മാർ പലരും ദർശനം കണ്ടു, യോസേഫ് ദർശനം കണ്ടു. ആമേൻ ദർശനത്തിന്റെ ഒരു നിര നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് പകൽക്കാലം ഇവിടെ വായിക്കുന്നത് ഒരു പ്രവാചകൻ ദർശനം കാണുകയാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്. അത് വരും, അതിനായി നീ കാത്തിരിക്കണം. ദൈവവൈതലേ, എത്രയോ ദിവസങ്ങൾ നീ ദർശനത്തിന്റെ മുൻപിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ആ ദർശനം എനിക്ക് അവയെ പ്രാപിക്കാൻ കഴിയുമോ? അതെനിക്ക് വിലയേറിയ ദർശനമല്ലേ എന്നൊക്കെ ഒത്തിരി പ്രാവശ്യം നമ്മൾ ചിന്തിച്ചതല്ലേ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമുക്കറിയാം, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കപ്പെടുമ്പോഴും 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കപ്പെടുമ്പോഴും ഇതിൽ ഒരു വ്യത്യസ്തമായ ഒരു ദൂത്, അല്ലെങ്കിൽ ഒരു ആത്മീക മർമ്മം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ വായിക്കുന്നത്, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്. ആമേ കൊത്തളം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മൾ രാജഭരണത്തിൽ, അല്ലെങ്കിൽ ആമേ സ്തോത്രം ഈ അതിർത്തികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ആമേ ഒരു കൊത്തളങ്ങൾ, അഥവാ മരത്തിൽ തീർത്തതോ, അല്ലെങ്കിൽ ആമേ സിമന്റിൽ അല്ലെങ്കിൽ മണ്ണുകൾ തീർത്തതോ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ വലിയ മലകൾ ഇടിച്ച് ഒരു വലിയൊരു ഗുഹ ഉണ്ടാക്കി അതിനകത്ത് നിന്ന് ആമേ കാവൽ കാത്തുകൊള്ളുന്ന ആമേ പടന്മാരെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കൊത്തളത്തിൽ നിന്ന്, അഥവാ അകത്ത് നിൽക്കുന്ന ആ പടന് പുറത്തുള്ള ആൾക്കാരെ കാണുവാൻ കഴിയും. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, കാവൽക്കാരാ കാവൽക്കാരാ, രാത്രി എന്തായി എന്നുള്ള ശബ്ദം സേയയിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങുകയാണ്. ആ കാവൽക്കാരൻ പറയുകയാണ്, കാവൽക്കാരാ കാവൽക്കാരാ, രാത്രി എന്തായി? ഓ, രാത്രി കഴിയാറായോ? പകൽ അടുത്തു വരാറായോ? മനുഷ്യൻ രാത്രിയെ ഭയപ്പെടുന്നു. രാത്രിയെ മനുഷ്യൻ ഹല്ലേലൂയ വേദനയോടെ സ്വീകരിക്കുന്നു. രാത്രി മനുഷ്യന് പേടിയാണ്. എന്നാൽ
എന്നാൽ വേദപുസ്തകം പറയുന്നത് പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും എന്റെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവവൈതലേ, ഇന്ന് പകൽക്കാലം നീ ശ്രദ്ധിക്കണം. നീ രാത്രിയെ ഭയക്കുകയാണോ? കർത്താവ് പറയുകയാണ്, നീ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ? നീ രാത്രിയെ ഭയക്കണ്ട. കാരണം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവൻ മയങ്ങാത്തവനായി, അവൻ ഉറങ്ങാത്തവനായി, അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. രാത്രിയിലും കർത്താവ് നിന്നെ സൂക്ഷിക്കുന്നു, പകലും ദൈവം നിന്നെ സൂക്ഷിക്കുന്നു. ആമേ, സ്തോത്രം. ഡേ നൈറ്റ് ദൈവം നിന്നെ സൂക്ഷിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൽ വലിയൊരു പ്രത്യാശയുണ്ട്. കാരണം ആമേ, ഇതിലൊരു ദർശനമുണ്ട്. ആമേ, അത് വൈകിയാലും അതിനായി നീ കാത്തിരിക്കണം. സ്തോത്രം. അതിന്റെ 17ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒരു ഭക്തന് വരുന്ന കഷ്ടത 1ഉം 2ഉം അല്ല കേട്ടോ, 6 കഷ്ടത ഒരു ഭക്തന് ജീവിതത്തിൽ വരാം. ഹല്ലേലൂയ. 6 കഷ്ടതയിൽ കൂടെ ഒരു ഭക്തൻ കടന്നു പോകും. നീ ഒരു ദൈവപൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത എന്നാൽ അതൊരു വരമാണ്. ഞാൻ കഷ്ടമെന്ന വരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. കർത്താവിന്റെ പൈതലേ, ഇതൊരു വരമാണ്. ഈ വരം നീ പ്രാപിച്ചെടുക്കണമെങ്കിൽ ആമേ മറ്റൊരിടത്തും നീ ആമേ ഓടണ്ട. ഈ വചനത്തിലേക്ക് നീ ആശ്രയം വയ്ക്കണം. ഇതൊരു കഷ്ടത എന്നൊരു വരവും അതൊരു പ്രത്യാശിക്കാൻ വകയുണ്ട്. കഷ്ടത ഉണ്ടെങ്കിലേ ക്രൂശുള്ളൂ. ക്രൂശ് ഉണ്ടെങ്കിൽ ക്രൂശ് വേണമെങ്കിൽ കഷ്ടതയുണ്ട്. അങ്ങനെ നമുക്ക് വായിക്കാം. 17ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കിങ്ങനെ വായിക്കുന്നു. ആമേ, ശ്രദ്ധിക്കണം. ആമേൻ, ഈ 2ാമത്തെ നമ്മൾ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, മഹത്വത്തിന് പകരം അപ്പൊ നോക്കണമേ, ഒന്ന് മഹത്വപ്പെടേണ്ട സ്ഥലത്ത് നിനക്ക് അപമാനം ഭവിക്കും. സ്തോത്രം. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഇങ്ങനെയാണ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു മഹത്വം നിനക്ക് വരും എന്ന് നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിനക്ക് എന്ത് വരും? ഒരു അപവാദം വരും. അടുത്ത് മനുഷ്യരുടെ രക്തവും അടുത്ത് അതിന്റെ അടുത്ത്. അപ്പൊ ശ്രദ്ധിക്കണം, ഒരു ദൈവപൈതൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവന്റെ ജീവിതം ഒന്ന് ദൈവത്താൽ മഹത്വപ്പെടണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ ആ ദൈവപൈതൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് അങ്ങനെയാ, എന്റെ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹം ആവശ്യമാണ്, എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ആവശ്യമാണ്, എന്നെ എല്ലാവരും ആമേ സ്തോത്രം ബഹുമാനിക്കണം, എനിക്ക് എപ്പോഴും ദൈവസന്നിധിയിൽ ഒരു ബഹുമാനം ഉണ്ടാകും എന്നൊക്കെയാണ് ആമേ സ്തോത്രം രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവപൈതലെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ നിൽക്കുന്നത് കളിക്കളത്തിലല്ല, നമ്മൾ നിൽക്കുന്ന പോർക്കളത്തിലാണ്. ആമേൻ. ആരുമായിട്ടാണ് യുദ്ധം? മനുഷ്യനുമായിട്ടല്ല യുദ്ധം. യുദ്ധം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ശത്രുവുമായിട്ടാണ്. സ്തോത്രം. സാത്താനുമായിട്ടാണ് നമുക്ക് യുദ്ധമുള്ളത്. അതിനെന്ത് ചെയ്യണം? ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 58ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആമേ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുമാറത്തില്ല. അതിന് നിനക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്, അതിന് വേണ്ടത് ഉപവാസമാണ്, അതിന് വേണ്ടത് ആത്മതപനമാണ്, അതിന് വേണ്ടത് ഒരു പുതിയ തീരുമാനമാണ്. അതാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത കഷ്ടത നമ്മൾ പഠിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വായിക്കപ്പെടുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവവൈതലേ, ഇവിടെ നമ്മൾ 3ാം അധ്യായം പഠിക്കുമ്പോൾ ആ ഭക്തന്മാരുടെ കഷ്ടതയെക്കുറിച്ച് വായിക്കുന്നു. 3ാം അധ്യായത്തിന്റെ 17ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:17. അപ്പൊ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ അവൻ പലതിലും പ്രത്യാശ വെച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ അതിലൊരു ദൂത് വ്യക്തമാണ്. ആമേൻ. ഇവിടെ ദർശനമുണ്ട്, ഇവിടെ അവന്റെ മേൽ ഒത്തിരി വാഴ്ത്തത്വമുണ്ട്. പക്ഷേ അവനൊന്ന് പ്രാപിക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക. സ്തോത്രം. ഇപ്പൊ നമുക്കറിയാം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ലോട്ടറിയോ അല്ലെങ്കിൽ ഒരു ബമ്പറോ എടുത്തു കഴിഞ്ഞാൽ അത് അടിക്കുമെന്ന പ്രത്യാശ, അല്ലെങ്കിൽ ദർശനം കണ്ടിരിക്കുക, അത് അടിക്കും, എനിക്ക് തന്നെ അടിക്കുമെന്ന് പ്രത്യാശിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്മസ് കഴിഞ്ഞു, പല ക്രിസ്മസ് ആയിട്ടും ഈ ബമ്പർ അടിക്കുന്നില്ല. സ്തോത്രം. സഹോദര, അത് 2017 ബമ്പറാ, അതിന്റെ അടിക്കത്തില്ല. സ്തോത്രം. അത് അടിക്കണമെങ്കിൽ 2017 അടിക്കണമായിരുന്നു. നീ ഇപ്പോഴാ ബമ്പറും പിടിച്ചോണ്ടിരിക്കരുത്. സ്തോത്രം. ഇന്ന് പലരും 2017 ബമ്പറും പിടിച്ചോണ്ടിരിക്കുക, 2020 അടിക്കുന്നു. ഇല്ല, നോ, അത് അടിക്കത്തില്ല. പക്ഷേ ഈ ബമ്പർ ഉണ്ടല്ലോ, ഈ പുസ്തകമുണ്ടല്ലോ, ഇത് 2017 ഇത് 2000 മുമ്പേ, 2020 വർഷം മുമ്പേ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ തിരുവഴുത്തിൽ ഈ ദർശനവും ഈ വാഴ്ത്തത്വം ഉണ്ടല്ലോ, അത് ഒന്നുപോലും കുറയാതെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കുന്നു, ആമേ, വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അത്തിവൃക്ഷം തളിക്കുകയില്ല. അടുത്ത്
അപ്പൊ ശ്രദ്ധിക്കണം, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായിരിക്കത്തില്ല. ഒന്ന്, ഈ ഭക്തൻ ഓടിച്ചെന്ന് അത്തിവൃക്ഷത്തെ നോക്കി. പ്രൈസ് ദി ലോർഡ്. അത്തിവൃക്ഷത്തിൽ ഒരു നന്മയുമില്ല. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, മുൻപേ അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഇതിലോടുകൂടി സകലവും നിനക്ക് ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആമേൻ അനുഗ്രഹം തന്നെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനുഗ്രഹത്തിൽ ദൈവം നിന്നെ നടത്തും, ഉറപ്പാ. കാരണം ദൈവത്തിന്റെ വാഴ്ത്തത്വം നിന്റെ മേൽ ആമേൻ നിക്ഷിപ്തമായിരിക്കുക. ഹല്ലേലൂയ. ദൈവവൈതലേ, ഇവിടെ പറയുന്നത് അത്തിവൃക്ഷം തളിക്ക്, അടുത്ത് പറയുന്നത് മുന്തിരിവള്ളി അനുഭവം ആമേൻ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, മുന്തിരിവള്ളിയിലും അനുഭവമില്ല. അടുത്ത് മൂന്നാമത്തെ കഷ്ടത, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. അപ്പൊ മൂന്നെണ്ണത്തിലും ആമേൻ അവന്റെ ജീവിതത്തിൽ പരാജയമാണ് സംഭവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവവേദന എപ്പോഴും ചിന്തിക്കണം, നിന്റെ മുമ്പിൽ ഒരു പരാജയം വന്നു എന്ന് കണ്ട് നീ പുസ്തകം വിട്ടു പോകരുത്. ആ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തോത്രം പറയുവാൻ തയ്യാറായാൽ ദൈവം ചില നീരുറവുകളെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കും. സ്തോത്രം. ആമേൻ. നാലാമത്തെ കഷ്ടതയെക്കുറിച്ച് വായിക്കാം. ശ്രദ്ധിക്കണമേ, ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പൊ നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. അപ്പോ ആമേൻ വയലിൽ പോയപ്പോ അതൊന്നുമില്ല, ആഹാരം എല്ലാം പോയി, അവിടെ നെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം പരാജയപ്പെട്ട അവസ്ഥയിലായി. അടുത്ത് പറയുന്നത് അപ്പോ ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ചിലരൊക്കെ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മൃഗത്തെ വളർത്തി ആ നിലയിൽ ജീവിക്കുന്നവരുണ്ട്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കാതെ അങ്ങനെ ജീവിക്കുന്ന നല്ലതാ. പക്ഷെ ഒന്ന്, നീ ദൈവത്തിലൊന്ന് ആശ്രയിക്കണം. സൃഷ്ടികർത്താവായ കാരണഭൂതനായ ദൈവത്തെ ഒന്ന് ആശ്രയിച്ച് മുമ്പിലോട്ട് നീ കാൽച്ചോട് വെച്ച് കഴിഞ്ഞാൽ വചനം പറയുന്നത് ദൈവം നിന്നെ വാലല്ല തലയാക്കും. നീ തൊടുന്ന സ്ഥലത്തെയും ദൈവം അനുഗ്രഹിക്കും. നീ ചെയ്യുന്ന കാര്യത്തെ എല്ലാത്തിലും ദൈവത്തിന്റെ കരം ഇറങ്ങി വരണമെങ്കിൽ ഒന്ന്, നീയും ദൈവവുമായി അകമൊഴിഞ്ഞൊരു ബന്ധമുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. അടുത്ത് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കണം, ഈ 6 കഷ്ടതയും അവരുടെ ജീവിതത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഈ കഷ്ടത വരുമ്പോ ഒരു ദൈവപൈതൽ പിടിച്ചു നിൽക്കും. ആമേൻ. അവന്റെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ അപ്പുറം ഒരു വലിയൊരു വാഴ്ത്തത്വവും അനുഗ്രഹവും ദൈവത്തിന്റെ ജീവിതത്തിൽ വച്ചിട്ടുണ്ട്. ആ ഒരു ആമേൻ പ്രൈസ് ദി ലോർഡ് പദ്ധതിയിലേക്ക് നീ ഇറങ്ങി വരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വിളിച്ചു പറയുന്നത് ദൈവം നിന്നെ വാലല്ല ഒരു തലയാക്കി ഈ പകൽക്കാലം മാറ്റാൻ പോകുകയാണ് ദൈവവൈതലേ. ഹല്ലേലൂയ. അടുത്ത് അതിന്റെ 18ാമത്തെ വാക്യം പറയുന്നത് ഈ കഷ്ടതയിൽ കൂടെ എല്ലാം കടന്നു വന്നു, എങ്കിലും അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് കഷ്ടത വരട്ടെ, കഷ്ടത വരട്ടെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വേദന വരട്ടെ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ആമേൻ, ഹല്ലേലൂയ, ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ, കുഴപ്പമില്ല, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അങ്ങനെ ഒരു ഉറപ്പ് ജീവിതത്തിൽ വേണം. എല്ലാവരും നമ്മെ വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തും. ഹല്ലേലൂയ. എല്ലാവരും നമ്മെ കുറ്റപ്പെടുത്തും. ഹല്ലേലൂയ. നാം സ്നേഹിച്ചു വളർത്തുന്ന മക്കൾ നമ്മെ മാറ്റി നിർത്തും. പ്രൈസ് ദി ലോർഡ്. നാം അവരിൽ ആശ്രയിക്കരുത്. ആ മക്കൾ ദൈവത്തിന് ദാനമാണ്. യൗവനത്തിലെ മക്കൾ വീരന്മാരെ കയ്യിൽ അസ്ത്രങ്ങൾ എന്ന പോലെ വസ്ത്രങ്ങളാണ്. നിങ്ങൾ അതിൽ ആശ്രയിക്കരുത്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മക്കളെ ആശ്രയിച്ചു പോകുന്ന ഒത്തിരി മാതാപിതാക്കൾ കാണാൻ കഴിയുന്നു. പിന്നെ അവരെ കാണണമെങ്കിൽ എവിടെ പോകണം എന്നറിയാമോ? വൃദ്ധസദനത്തിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോ മാതാപിതാക്കളൊക്കെ അവർ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് മാസം തോറും ചില ഒരു നന്മ അവിടെ അയച്ചു കൊടുക്കും. കാരണം ഉണ്ടെന്നറിയാമോ? അമ്മയെ കുളിപ്പിക്കാനും അമ്മയ്ക്ക് ആഹാരം കൊടുക്കാനും വസ്ത്രം അലക്കാനും. ഹല്ലേലൂയ. ദൈവവൈതലേ, നിനക്ക് വേണ്ടി എത്രയോ രാത്രി ഈ മാതാവ് നിനക്ക് വേണ്ടി കരഞ്ഞു, ഈ പിതാവ് എത്രയോ രാത്രി നിനക്ക് വേണ്ടി കരഞ്ഞു. നീ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്റെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ആ സമയം മുതൽ നിന്നെ 10 മാസം ചുമന്ന് വളർത്തിയ മാതാവിനെ ഓർത്ത് നീ കരയാറുണ്ടോ? എന്നാൽ നിന്റെ വളർച്ചയിൽ ഓരോ മണിക്കൂറും നിന്നോട് പോലും ചോദിക്കാതെ നിനക്ക് വേണ്ടി കരയുന്നതും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമായ ഒരു മാതാവിനെ നീ ഓർക്കാറുണ്ടോ?
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവവൈതലേ, ഇന്ന് പലപ്പോഴും പലരും നമ്മെ മറന്നു പോകുന്നു. പലരും മറന്നു പോകുന്നു. പിതാക്കന്മാരെയും മാതാക്കന്മാരെയും പലരും മറന്നു പോകുന്നു. അവരോട് മാത്രം ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നാളെ നീയും ഇതുപോലെ വാർദ്ധക്യത്തിലാകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ആമേൻ, ഒരു ദൈവം എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ വ്യക്തമായി പറയുകയാണ്, എങ്കിലും എന്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കും, ആരല്ല എന്നെ മാറ്റി നിർത്തിയാലും. സ്തോത്രം. ഇനിവേ ആരൊക്കെ എന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയാലും എനിക്ക് വിഷയമില്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഒന്ന് നെടുമ്പാടെ വീണ് കരയാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലൊരു മാതാവ് തന്റെ കുഞ്ഞുമായി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യാത്രയുടെ നടുവിൽ കിടക്കാൻ ഭവനമില്ലാതെ, രാപ്പാർക്കാൻ ഒരു ഇടമില്ലാതെ അവർ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഒരു ട്രൈവേ പാളത്തിന്റെ സൈഡിൽ സ്തോത്രം, ചാക്കുകൾ കൊണ്ട് ചെറിയൊരു കുടിലുണ്ടാക്കി ഒരു വ്യക്തിക്ക് മാത്രം നിവർന്ന് കിടക്കാം. കിടക്കാൻ കണക്കിനൊരു കുടിലുണ്ടാക്കിയിട്ട്, ഹല്ലേലൂയ, ഈ മാതാവ് ഈ ചോരക്കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് കമത്തി കിടത്തി, തന്റെ ഹാർട്ട് മാതാവിന്റെ ഹാർട്ടോട് ചേർന്ന്, സ്തോത്രം, തന്റെ മുഖം തന്റെ മാതാവിന്റെ മുഖത്തോട് ചേർത്ത് ഈ കുഞ്ഞിനെ കിടത്തി. ഈ കുഞ്ഞും മാതാവുമായി നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞ് മാതാവിന്റെ നെഞ്ചിന്റെ താളം കേട്ട കുഞ്ഞ് നല്ലവണ്ണം ഉറങ്ങി. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. ട്രെയിൻ പാസ് ചെയ്തു പോകുന്നു. പല പല ശബ്ദങ്ങൾ ഇങ്ങനെ പോകുകയാണ്. ഈ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. എന്നാൽ ഇതുവരെ കേൾക്കാത്ത വലിയൊരു ശബ്ദം, ഒരു വലിയൊരു ലോറി, ഹല്ലേലൂയ, സൈറൻ മുഴക്കി ഈ കുടിലിന്റെ പാസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ കുഞ്ഞ് മാതാവിന് നെഞ്ചിൽ കിടന്ന് ഒന്ന് ചലിപ്പാനിടയായി. സ്തോത്രം. മാതാവ് ഉടനെ ചോദിച്ചു, എന്താ കുഞ്ഞ്, എന്താ മകളെ, സ്തോത്രം, എന്താ നീ പേടിച്ച് ഞെട്ടിപ്പോയത്? കേൾക്കണമോ? അതിന്റെ ആഴം മനസ്സിലായോ? നിന്റെ ഹൃദയം ഒന്ന് പിടയുമ്പോൾ, നിന്റെ കണ്ണുകൾ ഒന്ന് നിറയുമ്പോൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അങ്കലാപ്പ് അറിയുന്ന, നിന്റെ ആവലാതി അറിയുന്ന, നിന്റെ വേദനകൾ അറിയുന്ന, നിന്റെ വിഷമങ്ങൾ അറിയുന്ന, നിന്റെ ഒറ്റയ്ക്കുള്ള കണ്ണുനീരുകൾ കാണുന്ന, മാറിയിരുന്ന് പൊട്ടിക്കരയുന്ന അവസ്ഥകൾ കാണുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലുണ്ട്. അത് മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് നീ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചുരകടിച്ച് അവർ ഉയരുമെന്ന് വേദോസ്തം പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം ചിന്തിക്കണം, നിന്റെ ജീവിതത്തിൽ ഒരു മിറക്കൽ സംഭവിക്കുവാൻ കാലതാമസം ദൂരെ ദൈവവിധാചാരം ഇറങ്ങി വരാൻ പോകുകയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചില വേദനകൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ മാറിയിരുന്ന് കരയാറുണ്ട്. ഞാനും അങ്ങനെയാണ്. ചില വേദനകൾ വരുമ്പോൾ മാറിയിരുന്ന് പൊട്ടിക്കരയാറുണ്ട്. ഹല്ലേലൂയ. ആരെയും കാണാതെ ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പോകുമ്പോൾ, ആരുമില്ലാത്ത നിർജ്ജനമായ സ്ഥലത്തെത്തുമ്പോൾ വാഹനം നിർത്തി പൊട്ടിക്കരയാറുണ്ട്. ദൈവത്തോട് നിലവിളിക്കാറുണ്ട്. കാരണം എന്നറിയാമോ? മനുഷ്യന്റെ മുമ്പിൽ നീ കരയുമ്പോൾ ചിലപ്പോൾ നിന്നെ പരിഹസിക്കും, അവർ നിന്നെ കുറ്റം വിധിക്കും, ചിലപ്പോൾ നിന്നെ കള്ളരെന്ന് മുദ്രകുത്തും, ചിലപ്പോൾ നീ തട്ടിപ്പാരെന്ന് പറയും. പക്ഷേ ദൈവസന്നിധി കരയാൻ തുടങ്ങിയാൽ ദൈവം നിന്റെ കണ്ണീര് തുടയ്ക്കും. സ്തോത്രം. അതാണ് എന്റെ കർത്താവ്. നീ ദൈവം മുമ്പിൽ കരയാൻ മുമ്പിലോട്ട് പോയാൽ ദൈവം നിന്റെ കണ്ണീര് തുടയ്ക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ദൈവവൈതലേ, ഈ പകൽക്കാലം പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധമായ കരുത്തിലേക്ക് നീ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഈ പകൽക്കാലം കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം വായിച്ചാട്ടെ. 2:2. ശ്രദ്ധിക്കണം. യഹോവ എന്നോട് ഉത്തരമരുളി ചെയ്തു, നീ ഒരു ദർശനം എഴുതുക. അടുത്ത് അത് ഓട്ടിച്ച് വായിക്കാൻ. ഹിന്ദി സ്റ്റെന്നോ പഠിച്ചവർക്കറിയാം. ഹിന്ദി സ്റ്റെന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പറയുമ്പോൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ പോകും. ഹല്ലേലൂയ. പെട്ടെന്ന് ഇങ്ങനെ വരച്ചുകൊണ്ട് പോകുക. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോ ഇതുപോലെ വരയ്ക്കണം. നിന്റെ വരെ അറിയുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ചിലർ പറയാറ് തലവര ദൈവം കണ്ടെന്ന്. സ്തോത്രം. അതല്ല വര. ഇത് നീ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും അവിടെ വായിക്കാൻ ദൈവം ശക്തനാണ്. നിനക്ക് വിദ്യാഭ്യാസത്തിൽ നീ പിന്നിലോട്ടാണെങ്കിൽ നീ ദൈവസന്നിധിയിൽ എന്താണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്,
ആ പ്രാർത്ഥനയിൽ കർത്താവ് എനിക്ക് ഇന്ന വിഷയമാണെന്ന് പറഞ്ഞ് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഖിലാണ്ടത്തിന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ, ദാസിയെ, എന്നെ കേൾക്കുന്ന വാത്സല്യ ജീവിതമേ, കർത്താവിന് മുമ്പിലേക്ക് ഏൽപ്പിച്ചുകൊട്. ആമേ, എന്തിനാ നീ പുറകിലോട്ട് പോകുന്നത്? ഒന്ന് ഏൽപ്പിച്ചുകൊട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ദൈവത്തിലെ സ്നാനം ഒന്നേ ഉള്ളൂ. ആമേ, സഭ കർത്താവിന്റെ ആത്മാവിൽ ഒന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൃപാവരങ്ങളാ വേറെ വേറെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഒരു സഭയിൽ പോകുമ്പോൾ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയിൽ പോകത്തില്ല. ഹല്ലേലൂയ. അയ്യോ, അവിടുത്തെ ദൈവദാസ സ്നാനപ്പെടാൻ പറഞ്ഞു, അതുകൊണ്ട് ഓടിക്കളയും. പ്രൈസ് ദി ലോർഡ്. ചില ആടുകളുണ്ട്, ചില ആടിനെ നമ്മൾ വെള്ളത്തിലേക്ക് വലിച്ച് കുളിപ്പിക്കാൻ ഇറക്കുമ്പോൾ ഈ ആട് രണ്ട് കൈയും കുത്തി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എത്ര വലിച്ചാലും വരത്തില്ല, അതിന്റെ കഴുത്ത് മുറുകുന്നതല്ല, വരത്തില്ല. ഇതുപോലെയാ, എത്ര വലിച്ചാൽ ചില ആടുകൾ വരത്തില്ല. ചിലത് ബുദ്ധിപൂർവ്വം ചില അതിന് തിന്നാൾ തീറ്റി കാണിക്കുമ്പോൾ പയ്യെ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ പിന്നെയും വലിക്കാറുണ്ട്, പിന്നെ രണ്ട് കാലും കുത്തി നിൽക്കുക. അതിന് ഇനി എത്ര വലിച്ചാലും അത് വരത്തില്ല. ഇതുപോലെയാ ദൈവം ചില പല രീതിയിൽ അതിനെ ഇങ്ങനെ ആകർഷിക്കാൻ നോക്കി, അത് വന്നിട്ടില്ല. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എത്രയോ ദർശനം ദൈവം തന്നിട്ടുണ്ട്, എത്രയോ ദൂത് തന്നിട്ടുണ്ട്, എത്രയോ അരുളപ്പാട് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അരുളപ്പാടെല്ലാം കേട്ട് വചനത്തിൽ വിശ്വസിക്കുന്ന നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ കർത്താവിന് സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ ചീത്ത വിളിക്കത്തില്ല. സ്തോത്രം. നീ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ ചീത്ത വിളിക്കത്തില്ല. നീ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ അനാവശ്യം പറയത്തില്ല. നീ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നീ അന്യഭാഷ പ്രാപിച്ച് കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് നീ മുമ്പിലോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഈ ദർശനപ്രകാരം നീ മുമ്പിലോട്ട് പോകുകയാണ്, നിന്റെ ഇരിക്കുന്ന ഇതേ പുസ്തകമാണെന്ന് പറയുന്ന നീ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ അങ്ങനെ മുമ്പിലോട്ട് പോകുകയാണെങ്കിൽ വചനം പറയുന്നത് നിന്നിൽ ഭരിക്കുന്ന ദൈവാത്മാവല്ല, നിന്നിൽ ഭരിക്കുന്നത് അശുദ്ധാത്മാവാണ്. സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യർ ലേഖനം വായിക്കുമ്പോൾ പറയുന്നത് ഹല്ലേലൂയ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുവീൻ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ കീഴ്പ്പെടുവീൻ. ഇന്ന് എവിടെ കീഴ്പ്പെടുന്നത്? ഇന്ന് ചില വീടുകളിൽ പോകുമ്പോൾ ഭർത്താവ് ആരാണ്? മുടി നീട്ടി വളർത്തിയതാണോ ഭർത്താവ്? കാരണം ഭർത്താവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഭാര്യയാണോ ഭർത്താവ്? ഭർത്താവാണോ ഭാര്യ? സ്തോത്രം. ഇന്ന് എല്ലായിടത്തും അതേ ഒരു ചിന്തകൾ രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം ദർശനം കാണുന്നത് അങ്ങനെയാ. കർത്താവ് പലരെ സൗഖ്യമാക്കി, കർത്താവ് പലരെയും വിടുവിച്ചു, കർത്താവ് പലരെയും രക്ഷ നടത്തി. കാരണം ചില കാഴ്ചപ്പാടുകൾ മനുഷ്യനെ മരങ്ങൾ പോലെ കാണും. ഹല്ലേലൂയ. അത് യഥാർത്ഥമായ കാഴ്ചപ്പാടല്ല. നിന്നെ മുമ്പിൽ നിൽക്കുന്നതിന്റെ ഭർത്താവിനെ നീ കാണേണ്ട നിലയിൽ കാണണം. ഹല്ലേലൂയ. ബഹുമാനിക്കുന്ന നിലയിൽ ബഹുമാനിക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ പുസ്തകത്തിലുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പറയുന്നത്. കർത്താവിന്റെ സന്നിധിയോടെ പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദർശനത്തിൽ ഒരു അവധി വച്ചിട്ടുണ്ട്, അത് അതിന്റെ സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ആ ദർശനത്തിന് വേണ്ടി നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-28 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. വായിപ്പാൻ സമയം പോലെ വായിക്ക്. ആവർത്തന പുസ്തകം 5 അതിന്റെ 3, ആവർത്തന പുസ്തകം 8 അതിന്റെ 10, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 12 അതിന്റെ 13, 7 വായിച്ചു നോക്ക്. സർശ്യാധ്യായങ്ങൾ 8 അതിന്റെ 9-ാം വാക്യം. സങ്കീർത്തനങ്ങൾ 39 അതിന്റെ 1, 2. വെളിപ്പാട് പുസ്തകം 6 അതിന്റെ 7, 8, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 23 അതിന്റെ 23 വായിച്ചു നോക്ക്. ദൈവാത്മാവിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവ പൈതൽ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നീ ദൈവത്തൊന്ന് പരീക്ഷിക്ക്. ആമേൻ, ഹല്ലേലൂയ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവം അല്ലേ അല്ല. അത് തെറ്റിദ്ധരിക്കരുതേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായി പറയുന്നത്, ഇന്ന് പകൽ ഹല്ലേലൂയ ഈ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിട്ടുണ്ട്. സ്തോത്രം. അത് വരും. അതിനായി നീ കാത്തിരിക്കണം. അതിനായി നീ ദൈവത്തിൽ കരയണം. അതിനായി ഉപവസിക്കണം. അതിനായി കർത്താവ് സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് നീ സംസാരിക്കണമേ. ആമേൻ. ദൈവത്തോടൊന്ന് കരഞ്ഞാട്ടെ. ദൈവത്തോടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഉടമാരകൾ ഖനാദികൾ കടകസ്യാര വൈഡമനാരകൾ പ്രൗഢമരക്ഷസി അമ്പൽക്കവനാരുകൾ പ്രൗഢമരക്ഷസി പ്രഭു. കർത്താവേ, എന്നോട് സംസാരിക്കണമേ.
ഉടമാരകൽക്കന എത്രയോ ദർശനം ഞാൻ കണ്ടു കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ ദൂതന്റെ മേൽ പ്രവർത്തിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊട്. എവിടെ ഇരിക്കുന്നുവോ, ഏത് സ്ഥലത്തിരിക്കുന്നുവോ, ഏത് രാജ്യത്തിലിരിക്കുന്നുവോ, ഏത് ജില്ലയിലിരിക്കുന്നുവോ ദൈവത്തിന് വിഷയമല്ല. ഇതിന്റെ ഏത് ഭാഷയാണോ ദൈവത്തിന് വിഷയമല്ല. ഏൽപ്പിച്ചുകൊട്. കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താളെ. ഹല്ലേലൂയ. ആമേ. കർത്താവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല പകലിനായി സ്തോത്രപ്പ. ഈ പകൽക്കാലം ആ ജനത്തെ, സകല ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ആത്മാവിൽ നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവ് ജനത്തെ തൊടുമാറാകണമേ. ദൈവത്തിന്റെ അദർശ്യമായ കരം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടില്ലാതെ ആമേ കടപ്പാൻ കഴിയാത്ത വലിയൊരു ജീവന്റെ നദിയെ ജനത്തിന്റെ മധ്യത്തിൽ ദൈവം അയക്കുന്നതിനായി സ്തോത്രം. അഖിലാണ്ടത്തിന്റെ ദൈവം, ഉടമസ്ഥനായ കർത്താവ് ഈ പകൽക്കാലം ജനത്തെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. കർത്താവ് ഈ ജനത്തെ സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കണം. രോഗികളെ സൗഖ്യമാക്കിയിരിക്കുക. സ്തോത്രം. അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേ. പ്രൈസ് ദി ലോർഡ്. ഈ എപ്പിസോഡ് ആമേ തുടർന്നും കർത്താവിന്റെ സന്നിധിയിൽ അനുഗ്രഹമായി തീരുവാൻ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുക. ആമേ. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഗോസ്പൽ ചാനലിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ല, സഹോദരന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഓക്കെ.